ലോകത്തിൻ്റെ വെളിച്ചമായി നാഥൻ മാറുകയാണ്. വചനം ജഡം ധരിച്ച് ഭൂമിയുടെ വിത്തായി മാറുന്ന ഉണ്ണിയേശു. ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്ന വചനത്തെക്കുറിച്ച് പ്രഘോഷണങ്ങൾ നടത്തുന്ന 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ മണത്തിട്ട് ഉണരുകയാണ് വചന കേൾവിക്കായി. ാമത് മാരാമൺ മഹായോഗത്തിൻ്റെ ഉദ്ഘാടന ദിനം പ്രസംഗ സംഘത്തിൻ്റെ അമരക്കാരനായിരിക്കുന്ന റൈറ്റ് റവറൻ ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിച്ച മഹായോഗത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത ഉദ്ഘാടന സന്ദേശം നൽകുകയും മാരാമൺ കൺവെൻഷൻ്റെ 130ാമത് മഹായോഗം ആരംഭം കുറിക്കുകയും ചെയ്തു. ഇന്നത്തെ മഹായോഗത്തിൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് WCCയുടെ ജനറൽ സെക്രട്ടറി റവറൻ പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളയായിരുന്നു. വർത്തമാനകാല സംഭവങ്ങളെ ദൈവസ്നേഹത്തിൽ അഭിമുഖീകരിച്ച് സമൂഹത്തിൽ പരിവർത്തനത്തിൻ്റെ ചാലകശക്തിയാകുവാനുള്ള മാർഗനിർദ്ദേശം നൽകുന്ന വചന ദൂതുകൾ മാരാമൺ കൺവെൻഷനിലൂടെ ലഭ്യമാകുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഈ വർഷവും ആഗ്രഹിച്ച് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ദൈവവചന കേൾവി നമ്മിൽ പുത്തൻ തിരിച്ചറിവുകൾ നൽകട്ടെ. നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ ഇടപെടലുകളും സാക്ഷ്യ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലാകട്ടെ. അനുതാപഹൃദയത്തോടെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ദേശവും ജനതകളും ഒരുക്കപ്പെടണം. അതിന് 2025 കൺവെൻഷൻ മുഖാന്തരമാകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനായി നമ്മെ ഒരുക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 130ാമത് മാരാമൺ കൺവെൻഷൻ ഏറെ വിനയപൂർവ്വം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. പുത്തൻ തീരുമാനങ്ങളോടുകൂടി ഓരോരുത്തരും ഭവനങ്ങളിലേക്കും പ്രവർത്തന മണ്ഡലത്തിലേക്കും മടങ്ങുവാൻ തക്കവണ്ണം സുവിശേഷം നമ്മിൽ പ്രവർത്തിക്കട്ടെ. അതിനായിട്ട് നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ ഉറവകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. മനസാക്ഷി തന്നെ മരിച്ചു പോയോ എന്ന സംശയം ഉയരുന്നു. ഈ ജനുവരി 7-ാം തീയതി കത്തി താഴെയിടുക എന്ന തലക്കെട്ടിൽ മലയാള മനോരമയിൽ വന്ന വാർത്ത സഹൃദയരായ എല്ലാ മനുഷ്യരുടെയും മനസാക്ഷിയെ തട്ടി ഉണർത്തുന്നതാണ്. മകനെ നഷ്ടപ്പെട്ടതായ അമ്മ പറയുന്നു, മരണം വരെ ഞാൻ നീറി നീറി ജീവിക്കും. ഈ കൊലവിളി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. എല്ലാവരും കത്തി താഴെ വയ്ക്കണം. ഒരു സാക്ഷരത കേരളം എന്നഭിമാനിക്കുമ്പോൾ ഇവിടെ നിന്ന് ഉയരുന്നതായ രോദനമാണ് നാം കേൾക്കുന്നത്. ഇന്ന് നമ്മെ വേദനിപ്പിക്കുന്നതായ മറ്റൊരു കാഴ്ച ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാനുഷിക പരിഗണന അല്പം പോലും കാണിക്കാതെ ഹീനമായ രീതിയിൽ മനുഷ്യരോട് പെരുമാറുന്നത് ലോകരാഷ്ട്രങ്ങളുടെ പ്രവർത്തനത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കാം. നാട് കടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം പലരുടെയും മനസ്സിൽ ഉയരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. Or the foolishness of Noah to build an ark in the middle of the desert. ഒരുപക്ഷേ മരുഭൂമി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ പെട്ടകം നിർമ്മിക്കുക എന്നുള്ള ഭോഷത്വം ചെയ്യുന്ന നോഹയെ പോലെ ആയിരിക്കാനാകാം. Or the humility of Mary to say, "Here am I, Lord, let it be as you say." കർത്താവേ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന മറിയെ പോലെ സമ്പൂർണമായ വിധേയത്വത്തിന്റെ ഒരു ജീവിത ക്രമത്തിലേക്കായിരിക്കാം ദൈവം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. Friends, there is one thing I know, and that is Jesus is calling us to follow him. പ്രിയമുള്ളവരെ, ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഞാനതിൽ വിശ്വസിക്കുന്നു. കർത്താവ് ഇന്ന് നമ്മെ തന്നെ അനുഗമിക്കുവാൻ വേണ്ടി വിളിക്കുകയാണ്. He is calling us to bring good news and be good news, to be the salt and the light of the world. സദ്വർത്തമാനം സുവിശേഷം പങ്കുവയ്ക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുവാനും അതോടൊപ്പം അതിൽ കൂടെ ഈ ഭൂമിക്ക് ഉപ്പായും വെളിച്ചവുമായി തീരുവാൻ കർത്താവ് നമ്മെ ഇന്ന് ക്ഷണിക്കുകയാണ്. He is calling us to transform the world. ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി ഇന്ന് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. He is calling us to join with him in bringing in God's justice and peace. ദൈവത്തിന്റെ നീതിയും സമാധാനവും ഈ ഭൂമിയിൽ നൽകുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് നമ്മെ വിളിക്കുകയാണ്.
we need to stop and ask, what is God calling me to do? ഒരു നിമിഷം നമുക്കൊന്നിന്ന് നമുക്ക് ചിന്തിക്കാം, എന്തിനു വേണ്ടിയാണ് എൻ്റെ ജീവിതത്തെ കർത്താവ് വിളിക്കുന്നത്? How can I be part of God's plan? ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയുടെ ഭാഗമായി എൻ്റെ ജീവിതം എങ്ങനെയാണ് ഭാഗമായി തീരുന്നത്? What little or big thing must I do to make God's world a better place for all? ഈ ഭൂമി, ദൈവത്തിൻ്റെ ഈ ലോകം എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹകരമായ ഒരു വാസസ്ഥലമായി ഇരിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് വ്യത്യാസങ്ങളാണ്, എന്ത് ക്രമീകരണങ്ങളാണ്, എന്ത് രൂപാന്തരമാണ് വരുത്തേണ്ടത് എന്ന് നമുക്ക് ചോദിക്കാം. പമ്പയുടെ വചനതീരം ഒരുങ്ങിക്കഴിഞ്ഞു. 13 ദശാബ്ദക്കാലം ഒരു തലമുറ അനുഭവിച്ച നന്മകളെ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനായി നാം പ്രാപിച്ച ദൈവിക കൃപകളെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാം. പൗലോസിനെ പോലെ ഇനി ഞാനല്ല, എന്നിലൂടെ ക്രിസ്തുവാകുന്നു. ക്രിസ്ത്യാനിയാകുവാനല്ല, ക്രിസ്തുവായി മാറുവാൻ, ക്രിസ്തുഭാവം തിരഞ്ഞെടുക്കുവാൻ. 1-ാം ദിനത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ മർത്തോമാ വിഷനോടൊപ്പം നമുക്ക് ഒരുമിച്ച് ചേരാം. നവ്യമായ അനുഭവങ്ങൾ നമുക്കൊരുമിച്ച് ആസ്വദിക്കാം. നന്ദി.